പിന്നെ ഞാൻ റിലേഷനിലായിരുന്നല്ലോ. ഇപ്പൊ ആ റിലേഷൻ അവസാനിച്ചല്ലോ. നമ്മളെ കൊണ്ട് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു റിലേഷൻ ഇല്ലെങ്കിൽ ഞാൻ ഒരു ഉപദ്രവകാരിയല്ല ആർക്കും. യാ ഐ ആം അഗൈൻ സിംഗിൾ. അപ്പോൾ ഒരു സാധനം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒഴിവാക്കണം. അത് നല്ല രീതിയിൽ ഒഴിവാക്കാൻ നമുക്കറിയില്ല, എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനും ചിറകടിച്ചു വാനങ്ങളിലേക്ക് ഉയർന്നു പറക്കാനും സാധിക്കും. ഭയങ്കര ടോക്സിക് ആയതുകൊണ്ടാണ് ഭയങ്കര റൊമാൻറ്റിക് ആവുന്നത്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മളെയും ആ വ്യക്തിയെയും രക്ഷപ്പെടുത്തണം. ആ വ്യക്തിയെ അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ആളുടെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല. ഇത്രയും ആളുകളെ ഓർത്ത് വെക്കാൻ പറ്റണേ? പെൺകുട്ടികളെ മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറുള്ളൂ. എപ്പോഴെങ്കിലും സ്വയം പരിചയപ്പെടുത്തേണ്ട വന്നിട്ടുണ്ടോ? ഞാൻ ഷൈൻ ടോം ചാക്കോ ആണ്, നടനാണ്. ഇപ്പോ നിങ്ങൾ ഫേക്ക് അക്കൗണ്ടാണ്, നിങ്ങൾ അതല്ല. എന്ത് തൻ്റെ പരാതി മാറിയില്ലേ? തൻ്റെ ഇന്റർവ്യൂവിൽ മാത്രമല്ല, ഇവളുടെ ഇന്റർവ്യൂവിൽ ഞാൻ അപ്പുറത്തിരിക്കുന്ന കുട്ടിയായിട്ട് സംസാരിച്ചു. പ്രണയം പൊസസീവാണ്, സംശയാലുവാണ്. അത് തൻ്റേത് മാത്രമാകണം, അത് വേറെ ഒന്നിനെയും വിട്ടുകൊടുക്കുന്നതുമല്ല. ഹായ് ഹലോ നമസ്കാരം. താനാര എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഷൈൻ ചേട്ടനാണ്. ഷൈൻ ചേട്ടാ, സ്വാഗതം. എന്തെങ്കിലും വിശേഷം? നല്ല വിശേഷം. നമ്മളൊരു 6-7 ഇന്റർവ്യൂ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. 6-7 ഇന്നലെ കഴിഞ്ഞു പോയ പോലെ. ഇപ്പോഴേ ഞാനിപ്പം വളർന്നു വലിയൊരു പെണ്ണായിരിക്കുന്നു, പെൺകുട്ടിയിൽ നിന്ന്. ആദ്യം വരുന്ന സമയത്ത് പല്ലിൽ കമ്പിയൊക്കെ ഇട്ട് ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ടല്ലേ വന്ന്. ഇപ്പൊ സാരിയിലേക്ക് മാറി അല്ലേ? കൊള്ളാമില്ലേ? കൊള്ളുന്നില്ലേ? കൊള്ളത്തില്ലെന്ന് ചോദിച്ചത്. മൊത്തം കെട്ടിക്കൊള്ളുന്നില്ലേന്ന് സാരിയുടെ ഉള്ളിൽ. ഞാനിപ്പോ ഇന്റർവ്യൂ ഇവിടെ ഇരിക്കുമ്പോ പോലും ഇതാണോ നേരത്തെ ഇതാ നമ്മുടെ മെൻഷൻ ചെയ്ത ആ കുട്ടി? ഈ കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഇത്രയധികം നമ്മളിപ്പോ ഒരു ആക്ടറായ സംബന്ധിച്ചുള്ള ഒരുപാട് പേര് ഡെയിലി കാണുന്നുണ്ടല്ലോ. ഷൈൻ ചേട്ടൻ എങ്ങനെ ഇത്രയും ആളുകളെ ഓർത്ത് വെക്കാൻ പറ്റണേ? പെൺകുട്ടികളെ മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറുള്ളൂ. നോട്ട് ദ പോയിന്റ്. അതെ, ഓരോരുത്തരുടെ അതങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ആൺകുട്ടി ആയതുകൊണ്ട് പിന്നെ പെൺകുട്ടികളിൽ അട്രാക്റ്റഡ് ആയതുകൊണ്ടും നമ്മൾ പെൺകുട്ടികളെ ഓർത്തു വെക്കുന്നു അല്ലേ? ഓർത്തു വെക്കാന്നല്ല, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു, പോവില്ല. പേരും സംഭവങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ചിലപ്പോൾ വിട്ടുപോയെങ്കിലും മുഖം ഭയങ്കരമായിട്ട് ഓർത്തു വെക്കും. അതുകൊണ്ടാണ് ബാക്കി ഭാഗങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് ബ്ലാക്ക് മോളുടെ കാര്യം ഇപ്പൊ മാത്രം തിരിച്ചറിഞ്ഞത്. നമ്മുടെ കുട്ടിക്കാലത്തെ ഒരുപാട് നമ്മൾ രണ്ടുപേരുടെയും കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഏട്ടൻ്റെ ഒരു ടീനേജിലൊക്കെ സമയത്ത് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഡയറക്ടറായിരുന്നു റാഫി സാർ. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ വരുന്ന ഒരു സിനിമയാണ് താനാര. ഷൈൻ ചേട്ടൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ടോ? പിന്നെ ഈ പല്ലിൽ കമ്പിയിട്ട സമയത്ത് ചിരിക്കാൻ ബുദ്ധിമുട്ട് വല്ലതുണ്ടായിരുന്നു? ചെറിയ ചുണ്ടിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ പല്ലിൽ കമ്പിയിടുന്ന? ചെറുതായിട്ട് വരും. അതുകൊണ്ട് ഈ ചുണ്ടിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള രൂപവ്യത്യാസം വരികയുണ്ടായോ? ഇല്ല. എന്തെങ്കിലും തൊലി പോയിട്ട് കളർ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഷൈൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത് എന്താ ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ പടം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആക്കിയത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കിയ ഈ പറയുന്ന നമ്മുടെ എഴുത്തുകാരനും ഡയറക്ടറും ഇപ്പോൾ അഭിനയിക്കുന്നതുമായിട്ടുള്ള, പിന്നെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള പടത്തിൻ്റെ ഡയറക്ടറും, പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന പടങ്ങളിലുള്ള സാഹചര്യങ്ങൾ, അതേപോലത്തെ പെരുമാറ്റങ്ങളൊക്കെ ഈ ചിത്രത്തിലുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ആക്ച്വലി അതൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾക്ക് അത് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ പണ്ട് ചിത്രവും ഭരതവും ഒക്കെ ചെയ്യുന്ന സമയത്ത് മോഹൻലാലിനെ പോലെ പാട്ടുപാടി അഭിനയിക്കണം, സ്ലോ മോഷനിൽ ഓടണം, പെൺകുട്ടികളോട് റൊമാൻസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ അതുപോലെ ഇടിക്കണം, അതുപോലെ വെടികൊണ്ട് മരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് പാടി അഭിനയിക്കുക എന്ന് പറയുന്ന സാധനം മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ പോലത്തെ കോമഡീസ്, സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ കഥയിലുണ്ടായിരുന്നു. അതുപോലെയാണ് ഇതിൻ്റെ സീക്വൻസുകൾ വരുന്നത്.
അതുകൊണ്ടാണ് ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. ഈ കോമഡി ചെയ്യാൻ എപ്പോഴും എല്ലാവരും പറയും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഇതിലെ ബാക്കിയുള്ള ആർട്ടിസ്റ്റിനൊക്കെ ഇന്റർവ്യൂ സമയത്ത് ചിന്നു ചേച്ചി ആയാലും ദീപ്തി ആയാലും പറഞ്ഞൊരു കാര്യം, ആദ്യമായിട്ടാണ് അവർക്ക് കോമഡി ട്രൈ ചെയ്യണേ. അപ്പോൾ ഷൈൻ ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റിലായാലും കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഫുൾ ചില്ലായിട്ടായിരുന്നു ആ സെറ്റ് മുഴുവൻ. എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് സെറ്റ്? ഷൂട്ടിംഗ് സെറ്റ് ഫുൾ ചില്ലായിരുന്നു ചോദിച്ചാൽ, ആക്ച്വലി ഇവർ രണ്ടുപേരും മുംബൈയിൽ നിന്ന് വരുന്നതാണല്ലോ. അപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും സമാധാനപ്പെടുകയും ചെയ്തു. നല്ല ചില്ലായിട്ടുള്ള കുട്ടികളായിരിക്കും ബോംബെയിൽ നിന്ന് വരുന്നത്, നമ്മുടെ വൈബിനും അനുസരിച്ച്. പക്ഷെ ഇവർ തികച്ചും വ്യത്യസ്തമായ ഗ്രാമപ്രദേശത്ത് ജീവിച്ച കുട്ടികളെ പോലെയാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത്. അപ്പൊ എൻ്റെ എല്ലാ സകല പ്രതീക്ഷകളും നശിക്കപ്പെടുകയും ഞാൻ സ്വയമേ ചില്ലയാവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പൊ ഈ സിനിമയുടെ പേര് താനാരാന്നാണല്ലോ. അപ്പോൾ ഹു ആർ യു? ഇപ്പൊ പലപ്പോഴും ഷൈൻ ചേട്ടൻ ഒരു സെലിബ്രിറ്റിയാണ്, ഷൈൻ ചേട്ടൻ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ കഴിഞ്ഞപ്പോഴെങ്കിലും സ്വയം പരിചയപ്പെടുത്തേണ്ട വന്നിട്ടുണ്ടോ? ഞാൻ ഷൈൻ ടോം ചാക്കോ എന്നാണ്, ഞാനൊരു നടനാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഞാൻ ബമ്പിളിൽ ഒരുപാട് സമയങ്ങളിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ സ്വന്തം ടോം എന്നുള്ള പേരിലാണല്ലോ, തുലിക നാമത്തിലാണ്. അതിൽ എന്ത് തൻ്റെ പരാതി മാറിയില്ലേ? തൻ്റെ ഇന്റർവ്യൂവിൽ മാത്രമല്ല, ഇവളുടെ ഇന്റർവ്യൂവിൽ ഞാൻ അപ്പുറത്തിരിക്കുന്ന കുട്ടിയായിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പൊ പകരത്തിന് പകരമായില്ലേ? ഓക്കെ, സെറ്റായ സെറ്റും. അപ്പോൾ ഞാൻ ഷൈൻ ടോം ചാക്കോ ആണ്, നടനാണ്. ഇപ്പോ നിങ്ങൾ ഫേക്ക് അക്കൗണ്ടാണ്, നിങ്ങളതല്ല. അയാൾക്കൊക്കെ എങ്ങനെ ബമ്പിൾ അക്കൗണ്ട് ഉണ്ടാവുക? ഇത് പറ്റിക്കാനാണ്. അയ്യേ. അപ്പൊ ഞാൻ വളരെയധികം കഷ്ടപ്പെടാറുണ്ട്, ഞാൻ തന്നെയാണ് എന്ന്. കാരണം കഷ്ടപ്പാട് അത്ര വലിയ കാര്യം ഉണ്ടാവേണ്ട കാര്യമില്ല, അപ്പൊ തന്നെ വീഡിയോ കോൾ ചെയ്താൽ മതി. പക്ഷെ വീഡിയോ കോളൊക്കെ ഭയങ്കര പേടിയല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക്. എന്തിനാ ചാറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാ? ഡേറ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഓൾറെഡി ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ ഇന്റർവ്യൂ സമയത്ത് അപ്പൊ എന്റെ ലൈഫിൽ ഒരു പെണ്ണേ ഇല്ലാതെ ഇന്റർവ്യൂ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഓൾറെഡി ഞാനൊരു റിലേഷൻ കഴിഞ്ഞ് വന്ന സമയമായിരുന്നല്ലോ. പിന്നെ ലൈഫിൽ ഒരു പെണ്ണ് വേണമെന്ന് ഞാൻ ഒരു പെണ്ണ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല, മനസ്സിലായ? അത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ ഇല്ല. ഒരു പെണ്ണെന്നുള്ള സങ്കല്പം, പ്രണയം എനിക്ക് ഒരു താല്പര്യമില്ലാത്ത സംഭവമാണ്. പക്ഷെ താല്പര്യം ഉണ്ടായിരുന്നു, പ്രണയിച്ചതിന് ശേഷം എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി ഒരിക്കലും പ്രണയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിലേക്കാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെന്ന് പെടുന്നതാണ്. നമ്മുടെ മാനസികമായ ബലഹീനതകൾ കൊണ്ടായിരിക്കും. പിന്നെ ഞാൻ റിലേഷനിലായിരുന്നല്ലോ, ഇപ്പൊ ആ റിലേഷനും അവസാനിച്ചല്ലോ. അതറിഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും ബമ്പിൾ എന്ന് പറയുന്ന സാധനം വീണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. കാരണം നമ്മളെ കൊണ്ട് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വിജയകരമായിട്ട്. കാരണം അത് എനിക്കും മറ്റൊരു വ്യക്തിക്കും, ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്കും ആ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നമ്മളെയും ആ വ്യക്തിയെയും രക്ഷപ്പെടുത്തണം. കാരണം നമ്മൾ ആ വ്യക്തിയെ അതിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ആളുടെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ അതിന് പ്രശ്നക്കാരനും അവളുടെ ജീവിതത്തിൽ ദ്രോഹിക്കുന്ന വ്യക്തിയും, അല്ലേ? അപ്പോൾ അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മുന്നോട്ട് പോകാൻ സഹായിക്കണം. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പിണക്കങ്ങൾ ഉണ്ടാവും. അടുത്ത ദിവസം നിങ്ങൾ എന്തായാലും വീണ്ടും, കാരണം ഞാനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പൊതുവെ ഷൈൻ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ തടിച്ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കില്ല, എപ്പോഴും അങ്ങോട്ടായിരിക്കും നോക്കുക. കാരണം ഭയങ്കര റൊമാൻറ്റിക് മൂഡൊക്കെ നമ്മൾ ഷൈൻ ചേട്ടനിലേക്ക് കാണും. ഈ റൊമാൻറ്റിക് മൂഡ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അത് ഒരു ടോക്സിക് ലെവലിലേക്ക് മാറാറുണ്ട്. ഭയങ്കര ടോക്സിക് ആയതുകൊണ്ടാണ് ഭയങ്കര റൊമാൻറ്റിക് ആവുന്നത്. പക്ഷെ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കുന്ന അവസ്ഥ എപ്പോഴും നമുക്ക് നിലനിർത്താൻ പറ്റുന്നില്ല, മനസ്സിലായ? അപ്പം നമ്മൾ അകന്നിരിക്കുന്ന സമയങ്ങളിലോ നമ്മളുടെ സാന്നിധ്യം ഇല്ലാത്ത സമയങ്ങളിലോ നമ്മൾ ഭയങ്കരമായിട്ട് പോസിറ്റീവായി തുടങ്ങും. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയും അവസ്ഥയിലൂടെയും കടന്നു പോകും. കാരണം നമ്മൾ ക്രിയേറ്റീവായിട്ട്, അതായത് ഇല്ലാത്ത ഒരു സാധനത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രിയേറ്റീവ് തോട്ട്സ് എന്ന് പറയുക. അതായത് കലാകാരന്മാർ, ആർട്ടിസ്റ്റുകൾ, ഇങ്ങനത്തെ ആളുകളിലൊക്കെ ഈ ക്രിയേറ്റീവ് മോഡ് വളരെയധികം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ
ചില സാഹചര്യങ്ങളും ചില ക്യാരക്ടർ സംഭവങ്ങളും കൂട്ടിവെച്ച് അവർ ചിന്തിച്ച് ഒരുപാട് കഥകൾ മെനഞ്ഞെടുക്കും. അത് ചെയ്യണം. ഒരു ആക്ടർ ചെയ്യേണ്ടത് അവൻ ക്യാരക്ടറിന് ചെറിയ സൂചനകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചിന്തിച്ച് അതിന് അങ്ങ് കൊണ്ടുപോകണം. അത് നല്ലതാണ് ഒരു ആക്ടറിന്. പക്ഷെ ഈ സാധനം ഓണാണെങ്കിൽ ഓണായിരിക്കും. അപ്പോൾ അവൻ്റെ ഗ്രാജുവലി അവൻ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ അതങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ എ ഫാമിലി ലൈഫിൽ. ഓക്കെ, അത് എനിക്ക് ആദ്യ സമയങ്ങളിൽ മനസ്സിലായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇതിനെ രണ്ട് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ട്, തീർച്ചയായിട്ടും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് ഓരോ ദിവസമായപ്പോഴും വ്യക്തമായി തുടങ്ങി. കാരണം ഇല്ലാത്ത സംഭവങ്ങളെ ഉണ്ടാക്കാൻ വളരെയധികം എൻ്റെ മൈൻഡിന് പറ്റുന്നുണ്ട്. ഇറ്റ്സ് അഡ്വാൻറ്റേജ് ഫോർ മീ ആസ് എ ആക്ടർ, ബട്ട് ആസ് എ പാർട്ട്ണർ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ് പാർട്ട്ണർ. മനസ്സിലായ? അങ്ങനെ ഒരു റിലേഷൻ ഇല്ലെങ്കിൽ ഞാൻ ഒരു ഉപദ്രവകാരിയല്ല ആർക്കും. അങ്ങനെ ഒരു റിലേഷനിൽ വരുമ്പോൾ ഞാൻ വളരെയധികം ഉപദ്രവകാരിയാണ്. അത് ആ വ്യക്തിക്കും എനിക്കും. കാരണം ഇത് രണ്ടും സുഗമമായിട്ട് മുന്നോട്ട് പോകില്ല. അപ്പോൾ ഒരു സാധനം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒഴിവാക്കണം. അത് നല്ല രീതിയിൽ ഒഴിവാക്കാൻ നമുക്കറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും, ആ വ്യക്തിക്കും ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനും ചിറകടിച്ചു വാനങ്ങളിലേക്ക് ഉയർന്നു പറക്കാനും സാധിക്കും. Yeah, I am again single and I can move from here to anywhere like the way comes. ആലോചന ക്ഷണിക്കുന്നുണ്ടോ? പുതിയത് എന്ത് ആലോചന ക്ഷണിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ റിലേഷനിലാവാൻ കൊള്ളൂലാത്ത ഒരുത്തനാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ നമ്മൾ ഒറ്റക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. കുറച്ച് നേരമൊക്കെ റിലേറ്റഡ് ആവാം, കുറച്ച് നേരത്തേക്കല്ല റിലേറ്റഡ് ആവാം, ബട്ട് നോട്ട് ഗുഡ് ടു ടേക്ക് മീ ടു ഹോം. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. അതാണ് പോയിന്റ്. എനിക്കല്ല, നിങ്ങൾക്ക് ഷൈൻ ചേട്ടനെ കൊണ്ടുപോകാൻ പറ്റിയ ഐറ്റം അല്ലാന്ന്. ഹെവിയാന്നല്ല, കൊള്ളൂല. നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും നിങ്ങളുടെ കയ്യിൽ നിന്ന്. അല്ല, നമുക്ക് സമാധാനം വേണമല്ലോ. ആക്ച്വലി ഞാൻ ആളുകളോട് പറയാറുണ്ടായിരുന്നു, എന്നെ ഉപയോഗിച്ചതിന് ശേഷം അങ്ങ് മുക്കിലോട്ട് എറിയുക, എന്നിട്ട് പോയിക്കൊള്ളണം, തിരിഞ്ഞു പോലും നോക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റും ഈസി ആയിട്ട്. സെന്റിമെന്റ്സിന് സ്ഥാനമില്ല അവിടെ. അല്ലാതെ ഞാൻ ആ മുക്കിൽ എന്നെ അവിടെ കെടുക്കൂല. അങ്ങനെ മനസ്സിലായ? നിങ്ങൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, അങ്ങോട്ട് പോയിക്കോളൂ. ഷൈൻ ചേട്ടന്റെ ഓരോ സിനിമകൾ കഴിയും തോറേ സ്വയം ഒരു വിലയിരുത്തൽ നടത്താറുണ്ട് ഒരു ആക്ടർ എന്ന നിലയിൽ? അങ്ങനെ ഓരോ പടം കഴിയുന്ന തോറും നമ്മൾ റിലീസാവുന്നതിനനുസരിച്ചല്ല, നമ്മൾ ഓരോ ദിവസത്തെ അഭിനയം അല്ലെങ്കിൽ പെർഫോമൻസ് കഴിയുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാധനം ചില സമയങ്ങളിൽ കിട്ടും, ചില സമയങ്ങളിൽ കിട്ടില്ല. നമ്മൾ റിലേഷൻ ആയിരുന്ന സമയത്ത് നമുക്ക് ആ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട്. ഒരു റിലേഷനിലാവുന്ന സമയത്ത് നമ്മുടെ പ്രൊഫഷൻ പരമായിട്ടും അതെന്താ ഷൂട്ട് ചെയ്തൂടെ, പിന്നെ നോ എന്ന് പറഞ്ഞെന്താ കളിച്ചതാ. അവര് ഷൂട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണം. റിലേഷനിലാവുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനത്തിന്റെ കോൺസെൻട്രേഷൻ പോവുകയും 24 മണിക്കൂർ നമ്മൾ അതന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. സ്നേഹത്തെ കുറിച്ചല്ല ആക്ച്വലി. പ്രണയം ഒരിക്കലും സ്നേഹമല്ല. നീ സ്നേഹിക്കാറുണ്ട്, നിന്റെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം നമ്മൾ പറയില്ലേ, പക്ഷെ ആക്ച്വലി സ്നേഹമല്ല രണ്ട് വ്യക്തികൾ തമ്മിൽ സംഭവിക്കുന്നത്, പ്രണയമാണ്. പ്രണയവും സ്നേഹവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സ്നേഹം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവരോടും അത് ഒരേപോലെ ആയിരിക്കും. അതിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. പിന്നെ സ്നേഹം സംശയിക്കില്ല, കുറ്റപ്പെടുത്തില്ല, പൊസസീവ് ആയിരിക്കില്ല. അത് ഒന്നിനെയും സ്വന്തമാക്കാൻ ശ്രമിക്കുകയുമില്ല. പക്ഷെ പ്രണയം
പൊസസീവാണ്, സംശയാലുവാണ്, അത് തൻ്റേത് മാത്രമാകണം, അത് വേറെ ഒന്നിനെയും വിട്ടുകൊടുക്കുന്നതുമല്ല, വേറെ ഒന്നിനും. സോ ഇറ്റ്സ് വെരി അൺനാച്ചുറൽ ആയിട്ടുള്ള തിങ് ആണ്. മനസ്സിലായ? ഗോഡ് ഈസ് നോട്ട് റൊമാൻസ്, ഗോഡ് ഈസ് വാട്ട്? ഗോഡ് ഈസ് ലവ്. അപ്പം നമ്മൾ ലവിലാണ് എന്ന് പറയുമ്പോൾ തെറ്റാണ് ആക്ച്വലി ആ പ്രയോഗം. ഇറ്റ്സ് നോട്ട് എ ലവ് സ്റ്റോറി, ഇറ്റ്സ് എ റൊമാൻറ്റിക് സ്റ്റോറി, ആണും പെണ്ണുമായിട്ടുള്ളത്. ഒരു സെലിബ്രിറ്റി ആവുമ്പോഴേ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് പോലും ഭയങ്കരമായിട്ട് ആളുകൾ ഏറ്റെടുക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സെലിബ്രിറ്റി ആവണം? അപ്പോൾ സ്വയം നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫ് ആളുകൾ ചർച്ചയാക്കുന്നതിൽ ഒന്നും തോന്നാറില്ല? അതൊരു പ്രൈവറ്റ് ലൈഫോ? അല്ലാതെ പിന്നെ ഒരാൾക്കൊരു അഭിനേതാവും ആവണം, നല്ല ഒരു അഭിനേതാവും ആവണം എന്ന് ആരും തന്നെ ഡിസ്കസും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? എന്നെങ്കിൽ ഒന്ന് ജനിക്കാതിരിക്കണം ഒരാളെ ഡിസ്കസ് ചെയ്യാതിരിക്കണമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അയാൾ ഒന്നും ചെയ്യാതെ വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കണം. അപ്പോൾ അയാൾക്ക് ആക്ടർ ആവാൻ പറ്റുമോ? ആക്ടർ ആവണതിൻ്റെ ബേസിക് സാധനം എന്താണ്? ഏറ്റവും ബേസ് കണ്ണാടി കാണാൻ ഇഷ്ടമുള്ളവനായിരിക്കണം, തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ, അല്ലേ? അതിനുശേഷം അവന് ഫോട്ടോയിൽ നിൽക്കാൻ താല്പര്യമുള്ളവനായിരിക്കണം. ആളുകൾ തന്നെ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലേ? അതിന് ശേഷമാണല്ലോ മൂവി ക്യാമറയിലേക്ക് എത്തുന്നത്, വീഡിയോയിലേക്ക് എത്തുന്നത്. വീഡിയോയിൽ അല്ലെങ്കിൽ ഇത് പകർത്തണം, അതുകൊണ്ടാണല്ലോ സിനിമാ നടനാവണമെന്ന്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വെറുതെ അഭിനയിച്ചാൽ മതിയില്ലേ? അപ്പം ഇതൊക്കെ ചെയ്യണത് എന്തിനാ? മറ്റൊരു വ്യക്തി കാണുകയും സംസാരിക്കുകയും ചെയ്യാൻ, ബേസിക് സാധനം അല്ലേ? ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനവും നമ്മുടേതായിട്ടുള്ള സെൽഫ് ലവിൽ നിന്ന് തുടങ്ങുന്നതും നമ്മുടേതായ ഒരു നമ്മൾ പറയില്ല കണ്ണാടി നോക്കുന്നത് പോലെ ഒരു അതിനൊരു പേര് പറയാം, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല അക്കാഡമിക്കായിട്ട്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ നിഴൽ കാണുന്നതും പ്രതിബിംബം കാണുന്നതും ഒക്കെ അതൊരു തരം സൈക്കോ ആണ് ശരിക്കും. എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാവുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ആക്ടർ അയാളുടെ ജീവിതത്തെ പറ്റിയും അയാളുടെ സ്വഭാവത്തെ പറ്റിയും എല്ലാം ആളുകൾ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ അത് അവർക്ക് ചർച്ചാ വിഷയമാവണം. അതും ഒരു എന്റർടൈൻമെന്റ് ആണ്, അല്ലേ? എന്നെ പോലീസ് പിടിക്കുന്നതാണെങ്കിലും, എന്നെ ജയിലിലിടുന്നതാണെങ്കിലും, കോടതി കയറ്റുന്നതാണെങ്കിലും, അല്ലെങ്കിൽ എന്നെ ക്രൂശിക്കുന്നതാണെങ്കിലും, എന്നെ കൊല്ലുന്നതാണെങ്കിലും, ഞാൻ മരിക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? ഇപ്പോൾ ആളുകൾ അറിയുന്ന ഒരാൾ മരിക്കുന്നു, അയാളുടെ മരണം വാർത്ത കാത്തിരിക്കുന്നതും, അയാളുടെ ശവം ബോഡി കൊണ്ടുപോകുന്നതും സംസ്കരിക്കുന്നതും, അത് കഴിഞ്ഞിട്ട് ആകാശത്തേക്ക് വെടിവെക്കുന്നതൊക്കെ നമുക്ക് കാഴ്ചയല്ലേ, അല്ലേ? സോ ഇതെത്രയല്ലേ ഒരു ലോകത്ത് നടക്കുകയുള്ളൂ ഒരു വ്യക്തി എന്ന നിലയിൽ. അപ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു ആക്ടർ ആവണം, സെലിബ്രിറ്റി ആവണം എന്നല്ല, ആക്ടർ ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ ഈ ആക്ടർ വളരുന്നത് ഈ ചർച്ചയിലൂടെയും കൂടിയാണ്. അയാൾ ചെയ്യുന്ന അഭിനയം സിനിമകളും മാത്രമല്ല, അയാളുടെ പേഴ്സണൽ ലൈഫും കൂടി ആളുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് അയാൾ ആഘോഷിക്കപ്പെടുന്നത്. ഈ ആഘോഷം കൂടി, പേഴ്സണൽ ലൈഫും കൂടി ആഘോഷിക്കപ്പെടുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. അല്ലാതെ ഒരു സിനിമ ചെയ്തതിനു ശേഷം അയാൾ അപ്രത്യക്ഷമാവാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആയിക്കോട്ടെ, എന്തുകൊണ്ട് ജുറാസിക് പാർക്കിൽ അഭിനയിച്ച ദിനോസറിനെ നമ്മൾ ഓർക്കുന്നില്ല? ടോം ആൻഡ് ജെറി കാണാൻ മാത്രമല്ലല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും അവരെ കുറിച്ച്. അവരെ പേഴ്സണൽ ലൈഫ് എന്തെങ്കിലും അറിയൂ? പിന്നെ മൗഗ്ലി ഞാൻ കേട്ടെ, ടോം ആൻഡ് ജെറി. ഇപ്പൊ മൗഗ്ലി ശരിക്കുള്ള പടം ഇറങ്ങിയിട്ടില്ലേ? ആ ക്യാരക്ടറിന് പേഴ്സണൽ ഉണ്ടാ? ഇല്ല. ഇതിൽ അഭിനയിക്കുന്ന മൃഗങ്ങൾക്കൊന്നും ഇല്ലല്ലോ. അവരുടെ പടങ്ങൾ വരുന്നില്ലേ, തിമിംഗലത്തിന്റെ പടവും അല്ല സ്രാവിന്റെ പടവും അല്ലെങ്കിൽ പുലിയുടെ പടവും സിംഹത്തിന്റെ പടമൊന്നും. അവർക്ക് പേഴ്സണൽ ലൈഫ് നമ്മൾ അന്വേഷിച്ച് പോവാറില്ലല്ലോ, ആഘോഷിക്കപ്പെടാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വിഷമം ഉണ്ടാവുമെങ്കിൽ കൂടി അത് നല്ലതാണ് ഒരു തരത്തിൽ. കാരണം ഏതൊരു സാധനത്തിനും അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭൂമിയിൽ ജനിക്കുന്നത് അഡ്വാൻറ്റേജ്. എന്താ ഡിസ്അഡ്വാൻറ്റേജ്? മരിക്കുന്നത്. നിനക്ക് ജനിക്കണം അല്ലേ, എന്നാൽ അതിൻ്റെ കൂടെ തന്നെ മരണവും ഇല്ലേ? ജനിക്കും വേണം, മരിക്കാതിരിക്കും വേണം എന്ന് പറഞ്ഞാൽ നടക്കുമോ?
അപ്പം നീ ജനിക്കുന്നുണ്ടെങ്കിൽ മരിക്കണം, ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നിനക്ക് ജന്മം കിട്ടിയത് ഒരു അനുഗ്രഹമാണെങ്കിൽ മരിക്കുന്നത് നീ ഒരു അനുഗ്രഹമില്ലാത്തൊരവസ്ഥയായിട്ടാണ് കാണുന്നത് എങ്കിൽ കൂടി ഇവിടെ അതങ്ങനെ അനുഗ്രഹമില്ലാത്തൊരവസ്ഥയല്ലേ. മരിച്ചുപോയി, ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ ജനിച്ചു, മരിച്ചു. ജനിക്കുമ്പോൾ സന്തോഷിക്കും, മരിക്കുമ്പോൾ കരയും. അപ്പോൾ അതിനടക്കം ഉണ്ടല്ലോ രണ്ട് സൈഡ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ നിർത്തരുത്. ഇപ്പം മനസ്സിലായോ? കുറച്ച് ഇനി ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണോ?